അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, കേരള രാഷ്ട്രീയത്തിൽ പക്വതയുടെയും അറിവിൻ്റെയും പുതിയൊരു അധ്യായം കുറിക്കപ്പെടുകയാണ്. കുറേ ദിവസങ്ങളായി നീണ്ടുനിന്ന രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കും ആർപ്പുവിളികൾക്കും വാദപ്രതിവാദങ്ങൾക്കുമൊടുവിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി VD സതീശനെ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അതൊരു വ്യക്തിയുടെ വിജയം എന്നതിലുപരി കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളുടെ വിജയമായി മാറിയിരിക്കുകയാണ്. നിയമസഭയിലെ മൂർച്ചയുള്ള വാക്കുകളും വിഷയങ്ങളെ ആഴത്തിൽ പഠിക്കാനുമുള്ള അദ്ദേഹത്തിൻ്റെ അസാമാന്യമായ കഴിവും മലയാളികൾക്ക് എന്നും സുപരിചിതമാണ്. എന്നാൽ ഈ പദവിയിലേക്കുള്ള സതീശൻ്റെ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് തുടങ്ങി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ തീച്ചൂളയിൽ വെന്തുരുകി ജനപ്രതിനിധി എന്ന നിലയിൽ ഓരോ പടവുകളും പൊരുതി കയറിയാണ് അദ്ദേഹം ഇന്ന് കേരളത്തിൻ്റെ പ്രമുഖ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. 1964 മെയ് 31 എറണാകുളം ജില്ലയിലെ നെട്ടൂരിലായിരുന്നു സതീശൻ്റെ ജനനം. കെ ദാമോദരമേനോൻ്റെയും വിലാസിനി അമ്മയുടെയും മകനായി വളരെ സാധാരണ ചുറ്റുപാടുകളിൽ വളർന്ന അദ്ദേഹം തൻ്റെ കരിയർ പടുത്തുയർത്തിയത് കഠിനാധ്വാനം കൊണ്ടാണ്. നെട്ടൂരിലെയും പനങ്ങാട്ടെയും വിദ്യാലയങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം തേവര സേക്രഡ് ഹാർട്ട് കോളേജിലായിരുന്നു ബിരുദ പഠനം. പിന്നീട് രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസിൽ നിന്ന് MSW പൂർത്തിയാക്കി. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ നിയമജ്ഞൻ അവിടെയും അടങ്ങിയിരുന്നില്ല. തിരുവനന്തപുരം ലോ അക്കാഡമിയിൽ നിന്നും ഗവൺമെൻറ് ലോ കോളേജിൽ നിന്നുമായി LLBയും LLMും നേടിയ അദ്ദേഹം കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി തൻ്റെ കരിയർ ആരംഭിച്ചു. ഈ നിയമ പശ്ചാത്തലം തന്നെയാണ് പിന്നീട് നിയമസഭയിൽ ഏതു വലിയ പ്രത്യാഘാതങ്ങളെയും നിയമപരമായി നേരിടാൻ അദ്ദേഹത്തിന് കരുത്തേകിയത്. KSU എന്ന പ്രസ്ഥാനത്തിലൂടെയാണ് VD സതീശൻ എന്ന രാഷ്ട്രീയ നേതാവ് രൂപപ്പെടുന്നത്. ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന അദ്ദേഹം 1986-87 കാലഘട്ടത്തിൽ MG സർവകലാശാല യൂണിയൻ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. അവിടെ നിന്ന് NSUI ദേശീയ സെക്രട്ടറി പദവി വരെ അദ്ദേഹം ഉയർന്നു. 1996 അദ്ദേഹം ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. കന്നി അംഗത്തിൽ പറവൂർ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടിയെങ്കിലും അന്ന് പരാജയമായിരുന്നു ഫലം. എന്നാൽ ആ തോൽവിയിൽ തളരാതെ മണ്ഡലത്തിലെ ഓരോ വീടുകളിലും ഓരോ വ്യക്തികളിലും തൻ്റെ സാന്നിധ്യം ഉറപ്പിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. അതിൻ്റെ ഫലമായി 2001 നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വൻ ഭൂരിപക്ഷത്തോടെ പറവൂരിൻ്റെ പ്രതിനിധിയായി നിയമസഭയിലെത്തി. അവിടെ തുടങ്ങിയ വിജയഗാഥ പിന്നീട് ഒന്നിനു പുറകെ ഒന്നായി 6 തവണ ചരിത്രം ആവർത്തിക്കപ്പെട്ടു. നിയമസഭയിൽ സതീശൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഭരണപക്ഷം എന്നും ഭയപ്പെടുമായിരുന്നു. കാരണം വെറും രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളല്ല, മറിച്ച് കൃത്യമായ ഡേറ്റയും നിയമവശങ്ങളും നിരത്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസംഗങ്ങളും. പരിസ്ഥിതി പ്രശ്നങ്ങൾ, കുട്ടനാട്ടിലെ കാർഷിക പ്രതിസന്ധികൾ, വികസന പദ്ധതികളിലെ അഴിമതികൾ എന്നിവയിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ശ്രദ്ധേയമായിരുന്നു. ലക്കിടിയിലെ പരിസ്ഥിതി ലംഘനങ്ങൾക്കെതിരെയും മറ്റു പ്രശ്നങ്ങൾക്കെതിരെയും അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ ഒരു ജനപ്രതിനിധി എങ്ങനെയാണ് വിഷയാധിഷ്ഠിതമായി കാര്യങ്ങളിൽ ഇടപെടാമെന്നതിൻ്റെ ഉത്തമമായ ഉദാഹരണങ്ങളായിരുന്നു. മികച്ച പാർലമെൻറ്റേറിയനുള്ള നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയത് ഈ കഠിനമായ ഗ്രഹപാഠത്തിൻ്റെ ഫലമായാണ്. വായനയെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന അദ്ദേഹം ഓരോ വിഷയത്തിലും ആധികാരികമായി അറിവ് നേടിയ ശേഷം മാത്രമേ നിലപാടുകൾ വ്യക്തമാക്കാറുണ്ടായിരുന്നുള്ളൂ. 2021 തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. തുടർച്ചയായ 2ാം തവണയും UDF പരാജയപ്പെട്ടപ്പോൾ മുന്നണിയെ നയിക്കാൻ പുതിയൊരു മുഖം വേണമെന്ന ആവശ്യമുയർന്നപ്പോൾ അങ്ങനെയാണ് യുവാക്കളുടെയും ഹൈക്കമാൻഡിൻ്റെയും പിന്തുണയോടെ VD സതീശൻ പ്രതിപക്ഷ നേതാവായി ചുമതലയേൽക്കുന്നത്. വെല്ലുവിളികൾ നിറഞ്ഞ ആ 5 വർഷക്കാലം അദ്ദേഹം പ്രതിപക്ഷത്തിന് പുതിയൊരു ഊർജം നൽകുകയായിരുന്നു. സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളെ വസ്തുതാപരമായി വിമർശിച്ചും ജനകീയ പ്രശ്നങ്ങളിൽ സമരവീര്യം ചോർന്നു പോകാതെ നിലകൊണ്ടും അദ്ദേഹം മികച്ച രീതിയിൽ ഒരു നല്ല പ്രവർത്തനം കാഴ്ചവെച്ചു. ആ 5 വർഷത്തെ കഠിനാധ്വാനമാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ 100-ലധികം സീറ്റുകൾക്ക് വമ്പിച്ച വിജയത്തിലേക്ക് നയിച്ചത്.
ഈ വിജയത്തിൻ്റെ പ്രധാന ക്രെഡിറ്റും സതീശൻ എന്ന നേതാവിൻ്റെ തന്ത്രങ്ങൾക്കും നേതൃപാടവത്തിനുമുള്ളത് തന്നെയാണ്. ഇന്ന് കേരളം ഒരു പുതിയ മുഖ്യമന്ത്രിയെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ആധുനിക കേരളത്തിൻ്റെ ആവശ്യങ്ങൾ തിരിച്ചറിയുന്ന, വികസനവും പരിസ്ഥിതിയും ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഭരണാധികാരിയാണ് ജനങ്ങൾ സതീശനിൽ കാണുന്നത്. തൊഴിലില്ലായ്മ പരിഹരിക്കുക, ഉന്നത വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുത്തുക, സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് കേരളത്തെ കരകയറ്റുക തുടങ്ങി വലിയ ഉത്തരവാദിത്തങ്ങളാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്. പ്രവാസി മലയാളികളുടെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുന്ന അദ്ദേഹം കേരളത്തെ ഒരു ആഗോള ഹബ്ബാക്കി മാറ്റുമെന്ന പ്രതീക്ഷയും ജനങ്ങൾക്കിടയിലുണ്ട്. പക്വതയുള്ള രാഷ്ട്രീയക്കാരനിൽ നിന്ന് ജനകീയനായ മുഖ്യമന്ത്രിയിലേക്കുള്ള സതീശൻ്റെ മാറ്റം കേരളത്തിൻ്റെ ചരിത്രത്തിൽ വലിയൊരു നാഴികക്കല്ലായി മാറുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. VD സതീശൻ എന്ന നേതാവിനെക്കുറിച്ച് പറയുമ്പോൾ അതൊരു വ്യക്തിയെക്കുറിച്ചുള്ള ചരിത്രം മാത്രമല്ല, മറിച്ച് വിയർപ്പും കഠിനാധ്വാനവും കൊണ്ട് ഒരാൾക്ക് എങ്ങനെ ഉന്നതങ്ങളിൽ എത്താമെന്നതിൻ്റെ മനോഹരമായ പാഠം കൂടെയാണ്. പറവൂരിലെ ഓരോ തെരുവുകളിലും സുപരിചിതനായ അദ്ദേഹം കേരളത്തിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ നായകനായി ചുമതലയേൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭരണം കേരളത്തിന് പുതിയൊരു ദിശാബോധം നൽകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. രാഷ്ട്രീയത്തിനപ്പുറം മനുഷ്യത്വത്തിനും നീതിക്കും മുൻഗണന നൽകുന്ന ഒരു സർക്കാർ ഉണ്ടാകുമെന്ന പ്രത്യാശയോടെ പുതിയ മുഖ്യമന്ത്രി VD സതീശന് എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.